പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള പുതുയുഗ യാത്ര തിരുവനന്തപുരത്തെത്തി സമാപനത്തിന്റെ ചടങ്ങിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് തിരുവനന്തപുരത്ത് ഈ ഒരു ചടങ്ങിന് മുന്നിൽ നിൽക്കുന്നത് എന്ന് നമുക്കറിയാം. ഇങ്ങനെ ഒരു യാത്ര ഈ പറയുന്നത് പോലെ കേരളത്തിലൊട്ടാകെ നടന്ന് അവസാനിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിനൊരു പുതുമാനം അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിനൊരു പുതുമാനം കൈവരിക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പറയുന്ന 100-ന് മുകളിലുള്ള സീറ്റുകൾ ഊട്ടി ഉറപ്പിച്ചുകൊണ്ടാണ് കേരളത്തിലൊട്ടാകെയുള്ള ഈ യാത്ര അവസാനിപ്പിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇനി വരുന്ന നിയമസഭ എടുക്കുമ്പോൾ കുറെ ആളുകൾക്ക് ഇതിന് തമാശ രൂപേണ കാണുന്നുണ്ട്. പക്ഷേ വലിയൊരു മാറ്റത്തിന്റെ തുടക്കം തന്നെയല്ലേ ഈ ഒരു യാത്ര അവസാനിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും അതൊരു വലിയൊരു മാറ്റം തന്നെയാണ്. രാഹുൽ ഗാന്ധി ഇതിനു മുൻപ് എപ്പോഴൊക്കെ ഇത്തരത്തിലുള്ള യാത്രകൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ടോ അത് വലിയൊരു വിജയത്തിലേക്ക് അല്ലെങ്കിൽ വലിയൊരു മാറ്റം തന്നെ ഇവിടെ സൃഷ്ടിക്കാൻ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൽ എനിക്കൊരു വിഷമം തോന്നുന്നത് നമ്മുടെ സർക്കാരിനെ ആലോചിച്ച് തന്നെയാണ്. കോടികളുടെ PR മുടക്കിയിട്ട് ഇങ്ങനെ ഒരു മനുഷ്യൻ വന്ന് ഇവിടെ ഒരു യാത്ര നടത്തി അതൊന്നും ഇല്ലാതാക്കി മാറ്റുന്ന ഒരു അവസ്ഥ, അത് ഒന്ന് ചിന്തിച്ചു നോക്കുക ഹർഷി. ഇത്ര വേദനാജനകമാണ് ആ ഒരു ഇതുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിപ്പോ പ്രതിപക്ഷ നേതാവായിട്ടുള്ള കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി.ഡി. സതീശൻ നയിക്കുന്ന ഒരു യാത്രയാണ് പുതുയുഗ യാത്ര. അപ്പൊ അതിൽ 14 ജില്ലകളെയും അഭിസംബോധന ചെയ്ത് ജനങ്ങളിലേക്ക് ചെല്ലുന്ന ഒരു യാത്രയാണ്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വരുംകാല സർക്കാർ നിങ്ങളെ കാണാൻ വരുന്നു, അതാണ് ആ യാത്രയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഹർഷ ശ്രദ്ധിച്ചോ, നമ്മുടെ ഇവിടുത്തെ ഇരട്ട ചങ്കന്മാരൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് AC ബസ്സിനകത്തിൽ മന്ത്രിമാരെ എല്ലാം കൂടെ ഒരു ടൂർ നടത്തിയിരുന്നു. അതിനകത്തിൽ ഇവരെയൊക്കെ കാണാനായിട്ട് പൊതുജനങ്ങൾ തൊഴിലാളികളൊക്കെ വരുന്ന സമയത്ത് മുഖത്തുള്ള ഒരു പുച്ഛമുണ്ട്. അത് ആ ഒരു പുച്ഛം നിങ്ങൾ അവിടെ ഇടുന്ന സമയത്താണ് ഈ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് നിങ്ങൾ കാരണം കഷ്ടപ്പെടുന്ന തൊഴിലാളികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. അദ്ദേഹം ചെല്ലുന്നത് ഈ പട്ടുപരവതാനി വിരിച്ചിട്ടുള്ള മീറ്റിങ്ങുകളിൽ മാത്രമല്ല, ഈ പൊതുജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. സാധാരണ അമ്മമാരെ കാണുന്നുണ്ട്. ഇവരെപ്പോഴൊക്കെ കേരളത്തിലേക്ക് വന്നിട്ടുണ്ടോ ഇവരെല്ലാം സ്ഥിരമായി കാണുന്ന ഇത്തരം അല്ലെങ്കിൽ കുട്ടികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു, തൊഴിൽ വർഗം, അല്ലെങ്കിൽ ഇതാണ് ശരിക്കും ജനനായകന്മാരെന്ന് പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്ന ഇദ്ദേഹത്തിന്റെ തന്നെ ഒരു നവകേരള സദസ്സ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. മുൻകാല സർക്കാരുകൾ ചെയ്തിട്ടുള്ള പദ്ധതികളെ അത് പിന്തുടർന്ന് അല്ലെങ്കിൽ അതിൽ നിന്നും ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ട് പുതിയ പദ്ധതികൾ വരുന്നത് കൊള്ളാം, നല്ലൊരു കാര്യമാണ്. കാരണം നല്ല കാര്യങ്ങളെ പിന്തുടർന്നതിനോട് തന്നെയാണ് എല്ലാവർക്കും താല്പര്യമുള്ളത്. പക്ഷെ പൂർണ്ണമായി കോപ്പി അടിക്കാൻ മാത്രം അറിയുക, അത് പാളിപ്പോകുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അത് ചിലപ്പോൾ സംഘടനാ ശേഷിയിലുള്ള പോരായ്മ കുറവുണ്ടായിരിക്കാം. ഇതിനു മുൻപ് ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടായിരുന്ന കാലത്ത് ഉമ്മൻചാണ്ടി ജനങ്ങളെ അഭിസംബോധന ചെയ്ത് ഒരു ജനകീയ സദസ്സ് നടത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് ഒരുപാട് ജനങ്ങൾ അല്ലെങ്കിൽ രാവും പകലും ഒക്കെ ഇദ്ദേഹം ഈ പരാതികൾ കൈപ്പറ്റുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതിന്റെ ഒരു പുതിയ 2.0 വെർഷൻ ആയിരുന്നു നവകേരള എന്ന് പറയുന്നത്. അതിന് പക്ഷേ ഫുൾ ട്രോൾ ആയിരുന്നു. ഉള്ള സ്കൂളിന്റെ മതില് പൊളിച്ചു കളയുന്നു, പോകുന്നിടത്തെല്ലാം ഇവർക്ക് പ്രശ്നമാണ്, ഹൈ സെക്യൂരിറ്റി. അപ്പൊ പിന്നെ എന്തിനാണ് ആ ഒരു യാത്ര നടത്തിയത്? നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ ഇരുന്ന് വട്ടമേഷണ സമ്മേളനം നടത്തിയാൽ പോരായിരുന്നു? മന്ത്രിമാർക്ക് ജനങ്ങളെ കാണാൻ സമയമില്ലെങ്കിൽ എന്ത് പ്രഹസനത്തിനാണ് ഇത്തരം യാത്രകൾ നിങ്ങൾ നടത്തുന്നത്? അപ്പോഴാണ് ഇത്തരം പുതുയുഗ യാത്രകൾ ശ്രദ്ധേയമാകുന്നത്. ഇതൊരു കാഹളം മുഴക്കുന്നതാണ്. ഇത് പണ്ട് യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ ഒരു കാര്യം മുഴക്കും, അപകടം വരാൻ പോവുകയാണ്, ആ സമയത്ത് യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളൂ, അല്ലെങ്കിൽ അത് ഒരു വിജയകാഹളവും ഉണ്ട്. അവസാനം അല്ലെങ്കിൽ വിജയിച്ചു കഴിയുമ്പോൾ ഒരു കാഹളം മുഴക്കി ജനങ്ങളെ അറിയിക്കുന്ന യുദ്ധം നമ്മൾ ജയിച്ചു. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പൊ ചങ്കിടിക്കുന്നത് സർക്കാരിനാണ്. നമ്മുടെ കോടികൾ പോയി കഷ്ടപ്പെട്ട് ഈ പറഞ്ഞ കടമുണ്ടാക്കിയെടുത്ത ഖജനാവിൽ ഇനി വീട്ടിൽ കൊണ്ടുപോകാൻ പോലും ഒന്നുമില്ല. ഇനി അടുത്ത സർക്കാർ വന്ന് കട്ടുമുടിക്കാനുള്ള പദ്ധതികളൊക്കെ പൊളിഞ്ഞു പോകുന്നു. എന്താണ് ഞങ്ങൾ ചെയ്യുക? നിങ്ങൾ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഇവിടെ നിലനിൽക്കും എന്നാണ്. തീർച്ചയായിട്ടും ഈ നമ്മുടെ ഭരണപക്ഷം നടത്തിയ ഒരു യാത്രയുടെ ചെലവുകൾ പരിശോധിച്ചാൽ 10 വർഷം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഇവർ എത്ര രൂപ കൊണ്ടായിരിക്കും ഈ ഒരു വലിയൊരു യാത്ര സംഘടിപ്പിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. ഇവിടെ പണത്തിനേക്കാൾ മുകളിൽ അല്ലെങ്കിൽ ആഡംബരത്തെക്കാൾ മുകളിൽ ആ ഒരു പ്രസ്ഥാനത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു കൂട്ടം നേതാക്കന്മാർ, ഒരു കൂട്ടം പ്രവർത്തകർ, ഒരു കൂട്ടം അണികളെല്ലാം കൂടിയാണ് ഈ ഒരു പുതിയ യാത്ര ഇത്രയും വലിയൊരു വിജയത്തിലേക്ക് എത്തിച്ചത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ യുവാക്കളെ ചേർത്ത് പിടിക്കാൻ അല്ലെങ്കിൽ യുവാക്കളെ മുന്നിൽ നിർത്താൻ കൂടി ഈ ആളുകൾക്ക്, ഈ പറയുന്ന കോൺഗ്രസിലെ നേതാക്കന്മാർക്ക് സാധിച്ചിട്ടുണ്ട്. എത്ര യുവാക്കൾ അല്ലെങ്കിൽ എത്ര സാധാരണക്കാർ നവകേരള യാത്ര പോലെ ഒരു യാത്ര നടത്തിയപ്പോൾ കൂടെ ഉണ്ടായിരുന്നു, സർക്കാരിനെ അനുകൂലിച്ചു അല്ലെങ്കിൽ സർക്കാരിന് വേണ്ടി സംസാരിച്ചു. അതൊരു വലിയ ചോദ്യത്തിന് നിൽക്കുകയാണ്. ഏറ്റവും കൂടുതൽ ആളുകളും സർക്കാരിന്റെ ഭാഗത്തുള്ള കുറ്റവും കുറവും തന്നെയാണ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതിനേക്കാൾ ഇപ്പോൾ അതിൽ സൂചിപ്പിച്ചതുപോലെ അവരുടെ ഭാഗത്തുനിന്ന് അവർ എവിടേക്ക് ചെല്ലുന്നു അവിടെ എല്ലാം
എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പോകുന്ന ഒരു രീതി കൂടെ നമ്മൾ മനുഷ്യന് മനസ്സമാധാനം കെടുത്താൻ വേണ്ടിയിട്ട് എല്ലാവരുടെ കയറി വരുന്ന ഒരു അവസ്ഥയായി പോയത്. നിങ്ങൾ ജനങ്ങളെ കാണാനാണ് വരുന്നതെങ്കിൽ പൊതുജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുക. നിങ്ങൾക്ക് ഏറ്റവും അടുത്ത് തന്നെ ഉണ്ടല്ലോ, അവിടെ ആശാവർക്കർമാരുണ്ടായിരുന്നല്ലോ, എത്ര മന്ത്രിമാർ അവരെ പോയി കണ്ടു. ഇതൊക്കെ വലിയ ചോദ്യമാണ്. BSCയുടെ അവിടെ സമരം നടന്നിരുന്നല്ലോ, നിങ്ങളുടെ എത്ര മന്ത്രിമാർ ആ ജനങ്ങളെ പോയി കണ്ടു. ഇപ്പൊ നേഴ്സന്മാരുടെ സമരം നടക്കുന്നു, ആരോഗ്യ മേഖലയിൽ കഷ്ടപ്പെടുന്ന ആൾക്കാർ വരുന്നു. ഇതൊക്കെ നടക്കുമ്പോൾ നിങ്ങളുടെ എത്ര മന്ത്രിമാർ, നിങ്ങളുടെ എത്ര പ്രതിനിധികൾ ഇവരെയൊക്കെ പോയി കാണുന്നുണ്ട്? അത് ഒരു വലിയ ചോദ്യമാണ്. ആ സമയത്താണ് ഇത്തരം ഒരു ആൾക്കാർ കഷ്ടപ്പെട്ട് വന്ന് ജനങ്ങളെ കാണുക, പൊതുജനങ്ങളെ കാണുക എന്നാണ് ചെയ്യുന്നത്. ഇതിന്റെ അപ്പുറത്തേക്കും ജയിക്കാം ജയിക്കാതിരിക്കാം, ജയസാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരം പുതിയ യാത്രകളൊക്കെ നടത്തുന്നത്. അടുത്ത ഭരണപക്ഷം വരുന്ന സമയത്ത് വോട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജയിക്കാൻ പറ്റൂ. ഇതൊക്കെ വോട്ട് നിങ്ങൾ പറയുന്ന രീതിയിൽ ചിലപ്പോൾ വോട്ട് മുന്നിൽ കണ്ടുള്ള പ്രഹസനങ്ങളായിരിക്കാം. പക്ഷെ അതിന്റെ അപ്പുറത്ത് കോടികൾ മുടക്കി നിങ്ങൾ പ്രഹസനങ്ങൾ നടത്തുന്നില്ലേ? ഇപ്പൊ ഇന്ന് തന്നെ ഒരു പാലത്തിന്റെ ഉദ്ഘാടനം ഉണ്ടായിട്ടുണ്ട്. ഈ പാലം ഇന്ന് കഴിഞ്ഞ മാസം ഒരു ടെൻഡർ വിളിച്ച് നിങ്ങൾ ഉടനടി ഉണ്ടാക്കിയെടുത്ത പാലമാണോ ഇത്? ഇതിന്റെ പുറകിൽ എത്ര ജനങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും? ഇപ്പോഴും ആ പാലവുമായി ബന്ധപ്പെട്ട് താമസിക്കുന്ന ജനങ്ങളോട് പോയി ചോദിച്ചാൽ അറിയാം ഇതുമായി ബന്ധപ്പെട്ട് എത്രയധികം പ്രശ്നങ്ങൾ അവർ അനുഭവിച്ചിട്ടുണ്ട്, എത്ര പൊതുജനങ്ങൾ സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഇതിന്റെ പിന്നാമ്പുറ കാഴ്ചകൾ എന്ന് പറയുന്നത് വളരെ ദയനീയമാണ്. നമുക്ക് ഈ താജ്മഹൽ ഒക്കെ കാണുമ്പോൾ വളരെയധികം സന്തോഷമാണ്, 7ാം അത്ഭുതമാണ്, ലോകത്തിലെ 7ാം അത്ഭുതം എന്നൊക്കെ നമ്മൾ വിളിക്കും. പക്ഷെ അതിന്റെ പിന്നിലെ കഥകൾ കേട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു സന്തോഷത്തിന്റെ അപ്പുറത്തേക്കും മറ്റൊരു അനുഭൂതി കൂടി തോന്നും. ആ ഒരു അത്ഭുതം കാണുന്ന സമയത്ത് ഇതൊരു പ്രണയ സാബൽ അല്ലെങ്കിൽ പ്രണയ കുടീരത്തിന്റെ അപ്പുറത്തേക്കും ഇതിൽ ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ. പ്രണയത്തിന്റെ തന്നെ മറ്റൊരു പക കാണുന്ന രീതിയിലാണ് നിങ്ങൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന ഓരോ പദ്ധതികൾ കാണുന്ന സമയത്ത് നമുക്ക് തോന്നുന്നത്. ഏതെങ്കിലും ഒരു പദ്ധതി സ്വന്തമായി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ? അത് വലിയൊരു ചോദ്യമാണ്. നിങ്ങൾ ഈ ആരെയാണ് പറ്റിക്കാൻ നോക്കുന്നത്? അല്ല, ഇവിടെ ഇപ്പോൾ ഈ ഇന്നത്തെ ഒരു പരിപാടി നമുക്കറിയാം, പെരുമ്പളം പാലത്തെ കുറിച്ച് നമുക്കറിയാം. അവിടെ പക്ഷെ ഇവർ കൊണ്ടുവന്നതാണെന്ന് ചോദിച്ചാൽ സംശയമാണ്. കാരണം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തായിരുന്നു ഈ ഒരു പദ്ധതിക്ക് പ്ലാൻ ആവിഷ്കരിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷെ പ്രവർത്തനം തുടങ്ങിയതും ഇതിവിടെ അവസാനിപ്പിച്ച് ഈ ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് ഉദ്ഘാടനം നീട്ടിവെച്ചത് തന്ത്രമാണെങ്കിൽ പോലും ഇതുവരെ എത്തിച്ചത് പിണറായി സർക്കാരിന്റെ ഒരു നീക്കം തന്നെയാണ് നമുക്ക് പറയേണ്ടി വരും. എല്ലാം നമ്മൾ പൂർണ്ണമായി ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതിയെ നമ്മൾ സർക്കാരിനെ കുറ്റം പറഞ്ഞിരുന്നു. തന്റേതല്ലാത്തതിന്റെ പ്രതിത്വം സ്വീകരിക്കാൻ വരുമ്പോൾ നമ്മൾ കുറ്റം പറയും. പക്ഷെ ഇത് ഇവരുടെ തന്നെ എന്ന് ഇവർ പറയുമ്പോൾ നമുക്ക് അതിനെ അംഗീകരിച്ച് കൊടുക്കേണ്ടി വരും. 10 വർഷമൊക്കെ എടുത്തൊരു പാലം നിർമ്മിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കൊണ്ടൊക്കെ മാത്രമേ പറ്റുള്ളൂ. ഇതിന്റെ അകത്ത് സാങ്കേതികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ടായിരിക്കാം, അതൊക്കെ നമുക്ക് അംഗീകരിക്കുക തന്നെ ചെയ്യാം. എന്നാലും ഈ കാലതാമസത്തിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ദൂർത്തടിച്ച് ഒരുപാട് പണത്തിന്റെ കണക്കുകൾ ഇവിടെ ഉണ്ട്. പിന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കുറെ ഫയലുകൾ ഇതിന് മുൻപത്തെ സർക്കാർ നിങ്ങൾ ഭരിച്ചിട്ടിരുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ്. ചില ഫയലുകളെ പറ്റി ചോദിക്കുന്ന സമയത്ത് കത്തിപ്പോയി സാർ എന്നൊക്കെ പറയുന്ന ഒരു രീതി ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത്തരം ചരിത്രങ്ങളെ പറ്റിയിട്ടൊക്കെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒന്ന് ഓർമ്മിപ്പിക്കേണ്ടതാണ് സർക്കാരിനെ. അതേപോലെ ഇപ്പൊ ഈ യാത്രയെ പറ്റി പറയുകയാണെങ്കിൽ വൻ വിജയത്തിലേക്കാണ് അല്ലേ ഹർഷി കടക്കുന്നത്. എന്താണ് നിലവിലെ ഒരു രാഹുൽ ഗാന്ധി തുടക്കം കുറിച്ച് രാഹുൽ ഗാന്ധി തന്നെയല്ലേ അവസാനിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും. എന്തായാലും നമ്മുടെ ദേശാഭക്തി ഉൾപ്പെടെയുള്ള വാർത്താ മാധ്യമ ചാനലുകൾ ഈ തുടക്ക സമയത്ത് പോയിട്ടുണ്ടായിരുന്നു. അന്നും ഈ പറയുന്ന സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ വെറും തട്ടിപ്പാണ്, അല്ലെങ്കിൽ ഗുരുസമാധിയായിട്ട് ഇതൊക്കെ CPM ക്യാപ്സ്യൂൾ പറയുന്നത് നുണയുഗ യാത്ര എന്നാണ്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് DYFI സംഘടിപ്പിച്ച ഒരു പരിപാടി നമ്മൾ കണ്ടിരുന്നു, സതീഷിന്റെ നുണകൾ എന്ന് പറഞ്ഞുകൊണ്ട്. ഈ ഒരു ക്യാപ്സ്യൂൾ ഇറക്കുന്ന സമയത്ത് ചിന്തിക്കുക, നിങ്ങൾ പറഞ്ഞ നുണകളാണോ സതീശൻ പറഞ്ഞ നുണകളാണോ തൂക്കിയാൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും ഭാരം തോന്നിക്കുന്നത് എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. VD സതീശൻ ഇതുവരെ ചെയ്തിരിക്കുന്നതിൽ ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് പലപ്പോഴും നമുക്ക് മനസ്സിലായ കാര്യമാണ്. ഇതിന് എത്രയൊക്കെ കരിവാരത്തേക്കാൻ ശ്രമിച്ചാലും ജനങ്ങൾക്കറിയാം സത്യാവസ്ഥ എന്താണ് എന്നുള്ളത്. അപ്പോൾ VD സതീശൻ മാത്രമല്ല, കോൺഗ്രസിലെ ഓരോ നേതാക്കന്മാരും എന്തൊക്കെ കേരളത്തിലെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ പ്രേമചന്ദ്രൻ ഉണ്ടായിരുന്നു, KC വേണുഗോപാലിനെ കൊണ്ടു, രാഹുൽ ഗാന്ധിയോടൊപ്പം എല്ലാ MP-മാരും അത്യാവശ്യം എല്ലാ MLA-മാരും വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ തന്നെ ഐഷ പോറ്റി വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ആയിരുന്ന ഐഷ പോറ്റി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സമ്മേളനത്തിൽ. നിങ്ങളെ പോലെ എന്തായാലും അടിച്ചിറക്കി മാറ്റി വിടുകയോ കളിയാക്കി ചിരിച്ച് ഒഴിവാക്കി വിടുകയോ ഒന്നും ആരും ചെയ്തിട്ടില്ല. എന്തായാലും നല്ല ഒരു പൊതുയോഗ അല്ലെങ്കിൽ നല്ല അഭിപ്രായം വരുന്നുണ്ട് ഈ യാത്രയ്ക്ക്. ഇതിന്റെ ബാക്കി പത്രം എന്താണെന്ന് അറിയാൻ ഇലക്ഷൻ തന്നെ കാത്തിരിക്കണം. യാത്ര രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്ര പോലെ തന്നെ ഒരു വിജയമാണോ, അല്ലെങ്കിൽ അത്രത്തോളം ജനങ്ങളുടെ മനസ്സിലേക്ക് ഇത് കടന്നു നിന്നിട്ടുണ്ടോ എന്നറിയാൻ ഇലക്ഷൻ തന്നെ കഴിയേണ്ടി വരും. അത് സർക്കാർ പറയുന്നുണ്ട്, നമ്മൾ യോജിക്കുന്നുണ്ട്. ഇലക്ഷൻ ആണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം, അന്നറിയാം അവസാനം എന്നുകൂടി പറയേണ്ടി വരും. അതെ.